ഭാഷിക്കിലും ചിലർ കളിപ്പാവിയെന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ. ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. മായാമോഹത്തിൽ ആണ്ടുകിടക്കുന്ന അജ്ഞന്മാർ എക്കാലത്തും ഈശ്വരനെയും ഭക്തന്മാരെയും പരിഹസിക്കുന്നവരാണ്. ഭക്തോക്തംസമായിരുന്ന നമ്മുടെ കവിക്കു തന്നെ അത്തരം പരിഹാസ ശരങ്ങൾ ഒരു പക്ഷേ ഏൽക്കേണ്ടി വന്നിരിക്കാം. എന്തായാലും ഈശ്വര സാക്ഷാത്കാരത്തിന് കൊതിക്കുന്ന ഒരു സത്യജിജ്ഞാസു ആദ്യമായി ഉദാസീന ഭാവത്തിൽ പുറന്തള്ളേണ്ടത് ഇത്തരം മൂഢന്മാരെ എന്നാണെന്നാണ് കവി അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. 21 ശ്ലോകം. ഹരിനാമകീർത്തനം 21 ശ്ലോകം. രൗഭൂഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളിപാപിയെന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയായെന്നുറച്ച് തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമഃ. റൗ നിന്ദാസൂചകമായ ഒരു വാക്ക്. വിഡ്ഢിയായ. ഭോഷൻ മഠയനാണിവൻ എന്ന് ചിലർ ഭാഷിക്കിലും എന്ന് പറഞ്ഞ് ചിലർ പരിഹസിച്ചാലും ചിലർകൾ വേറെ ചിലർ ഈ പാപിയെന്നു പറയുന്നാകിലും ഇവനൊരു പാപിയെന്നാണെന്ന് പറഞ്ഞ് നിന്ദിച്ചാലും മനസ്സി ഉള്ളിൽ ആവോ നമുക്ക് തിരിയാ എന്നുറച്ച് ഒരു കലുഷതയും കൂടാതെ നമുക്കൊരു ദോഷവും വരാനില്ലെന്നുറച്ച് തിരുനാമങ്ങൾ ചൊൽക. നാമസ്മരണ കീർത്തനങ്ങൾ തുടരേണ്ടതാണ്. ഹരിനാരായണന് നമസ്കാരം. വിഡ്ഢിയായ മഠയനാണിവൻ എന്നു പറഞ്ഞ് ചിലർ പരിഹസിച്ചാലും വേറെ ചിലർ ഇവനൊരു പാപിയാണെന്ന് പറഞ്ഞ് നിന്ദിച്ചാലും ഉള്ളിൽ ഒരു കലുഷതയും കൂടാതെ നമുക്കൊരു ദോഷവും വരാനില്ലെന്നുറച്ച് നാമസ്മരണ കീർത്തനങ്ങൾ തുടരേണ്ടതാണ്. ഹരിനാരായണന് നമസ്കാരം. യഥാർത്ഥ ഭക്തൻ മാനാപമാനങ്ങൾക്കുപരി ഉയരേണ്ടതാണ്. ചിത്തശുദ്ധിക്കാണല്ലോ ഭഗവൻ നാമജപം അഭ്യസിക്കുന്നത്. മാനാപമാന ചിന്തയിൽ പെട്ടുഴലുന്നിടത്തോളം നാമം ജപിച്ചാലും ചിത്തം സദാ ചഞ്ചലമായിക്കൊണ്ടിരിക്കും. പ്രശംസകളും പരിഹാസങ്ങളുമെല്ലാം ഒരു ഭക്തൻ ചിത്തത്തിൻ്റെ പരീക്ഷണങ്ങളായി അംഗീകരിക്കേണ്ടതാണ്. അതുകൊണ്ടൊന്നും മനസ്സ് അല്പം പോലും കലുഷമാകാൻ അനുവദിച്ചുകൂടാ. ഉത്തമ ഭക്തൻ്റെ ലക്ഷണം ഭഗവാൻ ഗീത 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് നോക്കുക. തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർഭക്തിമാൻ മേ പ്രിയോ നരഃ. ഉത്തമ ഭക്തൻ നിന്ദയും സ്തുതിയും തുല്യമായി കരുതുന്നു, കഴിയുന്നത്ര മൗനിയായി വർത്തിക്കുന്നു.
ന്യായമായി കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടനായി കഴിഞ്ഞുകൂടുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് അധിക നാൾ തങ്ങുന്നില്ല. ചിത്തം സദാ ഭഗവാങ്കൽ ഉറച്ചിരിക്കുന്നു. ഭഗവത് ഭക്തി ഒരിക്കലും കുറവില്ലാതെ തുടരുന്നു. ഒരു ഭക്തൻ ബോധപൂർവം ശീലിക്കേണ്ട ഈ സഹിഷ്ണുതയാണ് ആചാര്യൻ 21 ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇഷ്ടദേവതയെ ഉപാസിക്കാനായി മന്ത്രം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉപാസകൻ വിവിധ തരത്തിലുള്ള പൊരുത്തങ്ങളുണ്ടോ എന്ന് നോക്കി വേണം മന്ത്രം സ്വീകരിക്കേണ്ടത്. ദേവതോപാസന കൊണ്ട് സിദ്ധി വരുത്താൻ കൊതിക്കുന്ന ആളിനാണ് ഈ നിഷ്കർഷ. പൊരുത്ത നിർണയത്തിൻ്റെ സമ്പ്രദായങ്ങൾ തന്ത്രശാസ്ത്രങ്ങളിൽ പ്രസിദ്ധങ്ങളാണ്. ചിത്തശുദ്ധിക്കായുള്ള സ്മരണകീർത്തനങ്ങൾക്കായി ഏതെങ്കിലും ഭഗവൻ നാമം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തന് ഇത്തരം പൊരുത്തം നോക്കിപ്പോലും ക്ലേശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നാണ് അടുത്ത പദ്യത്തിൽ ഭഗവാൻ വിവരിക്കുന്നത്. 22 പദ്യം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണ സകല സന്താപനാശന ജഗന്നാഥ